വേരോടെ കൂടിയ ചീരത്തണ്ട് കുറേശ്ശം ഉപ്പും അല്പം മഞ്ഞളും ഇട്ട് കഷ്ണങ്ങളിങ്ങനെ വെളിച്ചെണ്ണ കായരിഞ്ഞ് മുരിങ്ങയ്ക്ക പൊടിയാണ്. വിളഞ്ഞ മൂത്ത മുരിങ്ങയ്ക്ക സാധാരണ ആൾക്കാർ കളയാറില്ലേ, അതിൻ്റെ ഉള്ളിലെ കാമ്പ് വരിയും കൂടെ ചുരുണ്ടിയെടുത്ത് നല്ല വെയിലത്ത് ഉണക്കി പൊടിച്ചതാണ്. ഇത് സാമ്പാറിനകത്തും അവിയലിനകത്തും ഒക്കെ ചേർത്താൽ ഏറ്റവും പോഷകമൂല്യമുള്ളതും സാമ്പാറിന് നല്ല ടേസ്റ്റും. മുരിങ്ങയ്ക്ക ഇടുന്നതിന് പകരം 2-3 ഉരുളൻകിഴങ്ങ്. സാധാരണ അവിയലിൽ ഉരുളൻകിഴങ്ങ് ഇടില്ല, പക്ഷേ ഈ ചീരത്തണ്ടായതുകൊണ്ട് ചേനയ്ക്ക് പകരം 2-3 ഉരുളൻകിഴങ്ങ് ഇടും. 2-3 ഉരുളൻകിഴങ്ങ് ഇടാം. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. പീച്ചങ്ങ, അച്ചങ്ങ, ചുരയ്ക്ക അരിഞ്ഞതും പിന്നെ ചുരയ്ക്ക മിക്സിയിൽ അടിച്ച പേസ്റ്റും ഇതെല്ലാം കൂടി കഷ്ണത്തിൽ ചുരയ്ക്ക മിക്സിയിലടിച്ച് പേസ്റ്റാക്കി അതിൽ വെള്ളം അവിയലിന് വേകാൻ അധികം ഒഴിക്കുക. ചുരയ്ക്കയുടെ നീരിൽ അതെ കഷ്ണത്തിൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയിരിക്കുന്നുണ്ടാവും. നീര് ഇതിൽ ഈ കഷ്ണങ്ങൾ വേകും, ഈ നീരിൽ വേകും, വെള്ളം ഒഴിച്ചിട്ടില്ല. ബാക്കി ജീരകം തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. ഇനി നമുക്കിത് അടുപ്പയിലാക്കാം. പുളിയുള്ള മാങ്ങ 1 ചേർക്കണം. ഈ കറിവേപ്പില, ജീരകപ്പൊടി, കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് ഞെരിടി ചീരത്തണ്ട് എടുക്കുമ്പോൾ അതിലെ നല്ല ഇല ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തിടാം.